അപ്പോൾ നിങ്ങളെ മോൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞോളി. എന്തൊക്കെയാണ് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് പറയാം. എൻ്റെ മുണ്ടാൻ വയ്യാത്തൊരു മോനാണ്. സംസാരിക്കില്ല, ചെവി കേൾക്കില്ല. അവന് നല്ലോണം അത്യാവശ്യം നല്ല ഡിഗ്രിയൊക്കെ പഠിച്ചതാണ്, എഡിറ്റിങ് പഠിച്ചതാണ്. ഷാജഹാനോട് ഞാനിപ്പോൾ സംസാരിച്ചതാണ്. പിന്നെ പഠിച്ചവനങ്ങനെ തോന്നിപ്പിച്ചതാണ്. ഞാൻ ഓനോട് ചോദിക്കാൻ എൻ്റെ എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മോനിക്ക് ഓൻ പറയാ എനിക്കൊരു പണിയില്ലെങ്കിൽ ഞാൻ മരിക്കും നോക്കാം. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണത്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി എൻ്റെ മോനിക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ കേട്ടോ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും കേൾക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മോന് ഒരു ജോലി അത് ഞാൻ ഏറ്റു, അത് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാനും കഴിയില്ല, സംസാരശേഷിയില്ല, ചെവി കേൾക്കൂല, ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ഉമ്മാൻ്റെ മോനൊരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് എനിക്കും വേണം, ഈ ഉമ്മാക്കും വേണം. പറയും കേട്ടോ മക്കളെ, ദേവരാജൻ്റെ വലിയൊരു ഉപകാരങ്ങളൊക്കെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളോട് വളരെ നന്ദിയാണ് എനിക്ക്. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യും നിങ്ങൾ നന്നാകാൻ, ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഹൈറാകാൻ. അത്രയ്ക്കും വിഷമത്തിനാണ് ഞാൻ ഈ ഉമ്മ പറയുന്നത് മക്കളെ. അപ്പോൾ കേട്ടില്ലേ പിന്നെ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കേട്ട് കാണും. വീഡിയോ വലിയ ക്ലിയർ ഇല്ല കേട്ടോ, ഇവിടെ നല്ലൊരു ഏരിയ അല്ല, നല്ലൊരു ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വന്നപ്പോൾ ഈ ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇങ്ങനെ എൻ്റെ മോനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ് എന്താ ഉമ്മ നിങ്ങളെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു, മോന് സംസാരശേഷിയില്ല, പിന്നെ ചെവി കേൾക്കൂല, അവനൊരു ജോലിയാണ് വേണ്ടത്, അവന് ജോലി ഇല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ഉണ്ട്, ഉമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മരിച്ചു കേട്ടോ. ആ സങ്കടം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഒരു ജോലി നിങ്ങൾക്ക് മേടിച്ചു തരും, നിങ്ങളെ മോന് ജോലി ഞാൻ മേടിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് ജോലി മേടിച്ചു കൊടുക്കാനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നതാണുള്ളത്. എൻ്റെ ജോലി അവന് കൊടുക്കുക ഞാൻ. അതാണ്, അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജോലി അവന് കൊടുത്തിട്ട്, അവൻ എന്നെക്കാളും ഗ്രേഡ് കൂടുതലുള്ള വ്യക്തിയാണ്. ഡിഗ്രിയും കഴിഞ്ഞ് എല്ലാം പാസ്സായിട്ട് എല്ലാം ക്ലിയർ ആയതാണ്. എഡിറ്റിങ് പഠിച്ചതാണ്, ഡിസൈനിങ് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ എൻ്റെ ജോലി അവൻ ചെയ്യട്ടെ. കാരണം എനിക്ക് സംസാരിക്കാനും കഴിയും, പിന്നെ എല്ലാം എനിക്ക് കഴിയും. സംസാരിക്കാനും കഴിയും, പിന്നെ ചെവി കേൾക്കും. ഇവൻ അതൊന്നും കേൾക്കില്ലല്ലോ. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു ജോലി അവന് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ജോലി അവന് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം.